പരിശുദ്ധമേറിയ നാമത്തിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ഈ സായാഹ്നവേളയിൽ 86ാമത് ഉപവാസ പ്രാർത്ഥനയുടെ ഈ നല്ല രാത്രിയിൽ കർത്താവിനെ ഉയർത്തുവാൻ ക്രിസ്തുയേശുവിലൂടെ എളിയവനും ഒരുക്കുന്ന ഈ വലിയ അവസരത്തിനായിട്ട് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാല ഇതിൻ്റെ ഒരു പ്രാരംഭം നമുക്കറിയാം. കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ വത്സൻ എബ്രഹാം അവരുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊടുത്ത ചില നിയോഗ നിമിത്തമായിട്ട് സഹപ്രവർത്തകരുമായി ചിന്തിച്ച് ആമേൻ സ്തോത്രം, ഈ കാലഘട്ടത്തിൽ ഈ 100ാമത്തെ വാർഷികത്തിലേക്ക് അടുത്തു വരുമ്പോൾ ദൈവജനം തളർന്നും ക്ഷീണിച്ചും ഇരിക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാൻ വല്ലം കൊടുക്കണം ആമേൻ എന്നുള്ളതായ ആത്മദാഹത്തോടുകൂടെ ആരംഭിച്ചതായിരിക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആമേൻ സ്തോത്രം ഞാൻ മനസ്സിലാക്കുന്നു, 100 കണക്കിന് ആൾക്കാർ ദൂരത്തും ചാരത്തുമായി നമ്മളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവർ ആത്മീയ ഭോജനം കഴിച്ച് ശക്തിപ്പെടുന്നുണ്ടെന്നുള്ളത് ശക്തമായി ഞങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകാല ഇവിടെ ഹാർവസ്റ്റ് TV-യുടെ പ്രവർത്തകരായി സേവനമനുഷ്ഠിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, പാട്ടുപാടി ഇവിടെ സഹായിച്ച കർത്താവിൻ്റെ ദാസൻ, പ്രിയ വേദിയിലായിരിക്കുന്ന കർത്തദാസന്മാരെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാലത്തിൻ്റെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തനം അനുഷ്ഠിച്ചു വരുന്ന പാസ്റ്റർ TA ജോസഫ് പാസ്റ്റർ, അതുപോലെ പാസ്റ്റർ ജോർജ് ദാനിയേൽ പാസ്റ്റർ, എനിക്ക് പിന്നാലെ വചനം സംസാരിക്കുന്ന ഷിബു പാസ്റ്റർ ബ്ലസ്സൻ കുഴിക്കാല, ഇവരെയെല്ലാം ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ്. ആമേൻ സ്തോത്രം. അല്പസമയം ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ വചനചിന്തകളുമായി നമ്മൾ നിൽക്കുമ്പോൾ ആമേൻ സ്തോത്രം, നമുക്ക് ഒരുപോലെ ഈ 86ാമത്തെ രാത്രിയിൽ ആമേൻ സ്തോത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ ആമേൻ സ്തോത്രം വ്യാപരിച്ചതുപോലെയെല്ലാം ഒരു പ്രത്യേക അനുഭവത്തിൽ ആമേൻ സ്തോത്രം ഇന്ന് ഈ രാത്രിയിൽ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ ഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ നടക്കേണ്ടതിനായി ദൈവസന്നിധിയിൽ ആരൊക്കെ പ്രാർത്ഥനയുടെ ആയിരിക്കുന്നുവോ അവരുടെ മേൽ ദൈവത്തിൻ്റെ അസാധാരണമായ കരം വെളിപ്പെടുവാൻ ഇന്ന് രാത്രിയിലും മതിയായ കർത്താവ് നമ്മുടെ നടുവിലൂടെ ഉലാത്തിക്കൊണ്ടിരിക്കുന്നു. ആ കർത്താവിൻ്റെ ചൂട് സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമുയർത്തി കർത്താവിനൊരു മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ ഉയർത്തിയാൽ ആമേൻ സ്തോത്രം ദേശത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടാനിടയായി തീരും. അന്ധകാര ശക്തികൾ അവൻ വഴിമാറാനിടയായി തീരും. ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾ അതിരുവെച്ച് സ്വർഗത്തിലെ ദൈവം നീക്കുവാനിടയായി തീരും. ഒരു വലിയ ദൈവപ്രവൃത്തി നമ്മുടെ നടുവിൽ ഈ കാലഘട്ടത്തിൽ ആവശ്യമായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പലരും പിന്മാറി നിൽക്കുമ്പോൾ അവൻ 100 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന അവൻ ദേശത്തെ പിടിച്ചു കുലുക്കുന്നതായി മാറുവാൻ, രാജ്യങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ, അവൻ സ്വതന്ത്ര ഭാവികൾ സാന്തരപ്പെടുവാൻ, രോഗികൾ സൗഖ്യം പ്രാപിപ്പാൻ, ഒരു വലിയ മാറ്റത്തിലേക്ക് അവൻ സഭയുടെ ജനറൽ സഭയുടെ ഈ IPCയുടെ വലിയ ഉണർവിലേക്ക് നടക്കുന്ന ഒരു കാലഘട്ടമായി മാറാൻ പോകുന്നു എന്ന് ആത്മാവിലൊരു ദൂത് വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. ഇതുവരെയും കാണാത്ത, ഇതുവരെയും നമ്മൾ അനുഭവിക്കാത്ത ഒരു ആത്മമണ്ഡലത്തിലേക്ക് ചില പടികളുടെ ചവിട്ടിക്കയറുവാൻ ദൈവദാസന്മാരെ കരങ്ങളിലെടുക്കാൻ പോകുന്നുവെന്ന് ദൈവാത്മാവ് ശക്തമായ ആലോചന ഈ പ്രാരംഭ സമയത്ത് അറിയിക്കുകയാണ്. വളരെ വേഗത്തിൽ എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗം വായിച്ചുകൊണ്ട് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് വളരെ ഒരുമിച്ച് ഈ ഭാഗങ്ങൾ ചിന്തിച്ച് മുൻപോട്ട് കടന്നു പോകാം. ആമേൻ സ്തോത്രം. യെശയ്യാവിൻ്റെ പുസ്തകം ആമേൻ 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം വായിച്ച് ഒന്ന് സഹായിക്കാം. യാക്കോബ് ഗൃഹമേ വരുവിൻ, നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. യാക്കോബ് ഗൃഹത്തോട് യെശയ്യാവിൻ്റെ പ്രവചനം ഇപ്രകാരം വിളിച്ചു പറയുകയാണ്, നമുക്ക് വെളിച്ചത്തിൽ നടക്കാം. ആമേൻ സ്തോത്രം. എന്തിനാണ് ഇപ്രകാരം പറഞ്ഞത്? നമുക്കറിയാം, മിസ്രയീമിൽ നിന്ന് ജനത്തെ വിളിച്ച് കനാൻ ദേശത്തേക്ക് കൊണ്ടുവന്നു. അവർ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കടന്നു വന്നതിൻ്റെ നടുവിൽ ഏതെല്ലാം പ്രതിസന്ധികൾ മുൻപിൽ കടന്നു വന്നു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലും ദിനരാത്രങ്ങളിലും നമ്മൾ കേട്ടുകൊണ്ടിരുന്നവരാ. എന്നാൽ ഇങ്ങോട്ട് വന്ന് തലമുറകൾ മുൻപോട്ട് കടന്നു വന്നപ്പോൾ അവർ ദൈവത്തിൽ നിന്ന് അകലുന്നതനുസരിച്ച് പ്രതിസന്ധികൾ ഒന്നിൻ്റെ പുറകെ ഒന്നായി അവർക്ക് കടന്നു വന്നു. നമുക്കറിയാം, അശൂരിൻ്റെ നേതൃത്വത്തിൽ അവരെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന പീഡനങ്ങളിലൂടെ ജനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാ. ജനങ്ങൾ അന്ധകാരത്തിലേക്ക് അകപ്പെട്ടുകൊണ്ട് സർവശക്തനായ ദൈവത്തെ മറന്ന് മിഥ്യാരാധനയിലേക്ക് കടന്നു പോകുമ്പോൾ വേദനയോടുകൂടി പ്രവാചകൻ ശക്തമായ ദൂത് വിളിച്ചു പറയുകയാണ്. എന്താണെന്നറിയാമോ? നമുക്ക് ഒരുമിച്ച് എവിടേക്ക് പോകാം? വെളിച്ചത്തിലേക്ക് എന്ത് ചെയ്യാം?
നടക്കാം. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ശക്തമായി ആമേൻ സ്തോത്രം ദൂരദേശങ്ങളിൽ ഭവനതലങ്ങളിൽ ഭവനത്തിനകത്ത് കിടക്കയിൽ ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട് ആമേൻ സ്തോത്രം ഇപ്രകാരം വിളിച്ചു പറയുക: അന്ധകാരത്തിനും ഇരുട്ടിനും ഇരിക്കുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടുവെന്ന് ദൈവത്തിന്റെ തിരുവെടുത്ത് പറയുന്നത് പോലെ ഇന്ന് രാത്രികാലം വിളിച്ചു പറയുന്നു ആമേൻ സ്തോത്രം, ഒരുമിച്ച് നമുക്ക് വെളിച്ചത്തിലേക്ക് നടക്കാം. എന്താണ് ഈ വെളിച്ചം? അത് മാത്രമല്ല, ഈ ജനം എവിടെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുട്ടിലിരിക്കുന്ന ജനത്തിനാണ് പ്രകാശത്തിന്റെ ആവശ്യമായിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഇന്ന് പ്രകാശത്തിലാണ് എന്ന് നമ്മൾ പലപ്പോഴും പറയുന്നുണ്ടെങ്കിൽ ദൈവമക്കളായിരിക്കുന്ന നാം ഓരോരുത്തരും പ്രകാശത്തിലാണ് യാത്ര ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തെ നമ്മളൊന്ന് വിസ്തരിച്ച് പഠിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ചുറ്റുപാട്ടുകളിൽ നടക്കുന്നതായ സംഭവങ്ങൾ, അത് മാത്രമല്ല നമ്മുടെ സഭാതലങ്ങളിൽ നടക്കുന്ന വിഷയങ്ങൾ, ദൈവത്തെ ആരാധിക്കുന്നവരും പാട്ട് പാടുന്നവരുമായിരിക്കുന്നവരുടെ അവസരങ്ങളിൽ നമ്മൾ സൂക്ഷ്മമായി പഠിച്ചു കഴിയുമ്പോൾ അവരെ നയിക്കുന്നത്, അവർ ഏത് കാലഘട്ടത്തിലാണ് യാത്ര ചെയ്യുന്നത്, അവർ എങ്ങോട്ടെയാണ് പോകുന്നത് നോക്കിയാൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനമായ ഒരു കാര്യമുണ്ട്. അവർ ഇരുട്ടിലാണ് അവർ യാത്ര ചെയ്യുന്നത്. അവർ തപ്പിത്തടഞ്ഞ് യാത്ര ചെയ്യുന്നു. വെളിച്ചത്തിന്റെ ലെവലേശം തിരിനാളങ്ങൾ അവരുടെ ഉള്ളിലില്ല എന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി വിളിച്ചു പറയുക. ആമേൻ സ്തോത്രം. ആദിമ കാലഘട്ടത്തിൽ സർവശക്തനായ ദൈവം ഭൂമിയിലേക്ക് ആഗതനായിട്ട് ഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു: ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടതുപോലെ ആമേൻ സ്തോത്രം ഈ IPCക്കകത്ത്, അതുപോലെ ഈ ദേശത്തിനകത്ത് ആമേൻ സ്തോത്രം ഇരുളും പ്രകാശവും തമ്മിൽ വേർതിരിയുന്ന ഒരു വലിയ വ്യാപാരം, ആത്മാവിന്റെ നിറവിന്റെ ശക്തി ആമേൻ സ്തോത്രം ഈ ദിവസക്കാലം ഈ 100ാമത്തെ ദിനത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആമേൻ സ്തോത്രം സഭാതലങ്ങളിൽ അത് വെളിപ്പെടണം. അത് വെളിപ്പെട്ടേ മതിയാകുകയുള്ളൂ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് നമുക്ക് മുന്നേറാം. ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന്റെ വലിയ പ്രവർത്തനങ്ങൾ ശക്തമായി വെറുതെ ഒരു ഉപവാസ പ്രാർത്ഥന വെച്ച് ആളെ കൂട്ടാനല്ല. എന്നാൽ വ്യക്തമായി എനിക്കറിയാം വളരെ പ്രാർത്ഥനയോടെ, വളരെ കണ്ണുനീരോടെ, വളരെ ഹൃദയവേദനയോടെ ദൈവദാസന്മാർ ഇവിടെയുണ്ട്. അവരുടെ ഓരോ ദിനരാത്രങ്ങളിലും ഹൃദയത്തിനകത്ത് വേദനയോടെ കണ്ണുനീരോടെയാണ് ഈ ഉപവാസ പ്രാർത്ഥന നടത്തുന്നതെന്ന് എനിക്ക് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് വിളിച്ചു പറയുക. തീർച്ചയായിട്ടും ഹല്ലേലൂയ. ഉപവാസം എന്ന് പറയുമ്പോൾ ദൈവാത്മാവ് എന്നോട് ഇപ്രകാരം പറഞ്ഞു: ആഹാരം വെടിഞ്ഞ് ഇരിക്കുന്നത് മാത്രമല്ല ഒരു ഉപവാസം എന്ന് പറയുന്നത്. പിന്നെന്താണെന്നറിയാമോ? നിന്റെ വായെ മൂടിയിരിക്കേണ്ടതും കൂടെ ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, ഞാൻ വാ മൂടുമ്പോൾ എനിക്ക് വേണ്ടി വാ തുറക്കുന്ന ഒരു സർവശക്തനായ ദൈവം സ്വർഗത്തിലുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഈ 100ാമത്തെ ദിനത്തിലേക്ക് എത്തുമ്പോൾ സർവശക്തന്റെ ശബ്ദം ആമേൻ ഹല്ലേലൂയ നമ്മുടെ നടുവിൽ വെളിപ്പെടാനിടയായി തീരും. അവൻ ഇസ്രായേലിന്റെ ഗോത്രത്തിന്റെ രാജാവായ ദൈവമാണ്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. എത്ര പേര് വിശ്വസിക്കുന്നു? നമുക്ക് വേണ്ടി എൻ്റെ കർത്താവ് ശബ്ദമുയർത്തും. ഹല്ലേലൂയ, സ്തോത്രം. ഇരുട്ടിലാരാണ് നടക്കുന്നത്? നമുക്കറിയാം. ആമേൻ, സ്തോത്രം. യെശയ്യാവിൻ്റെ പുസ്തകം പഠിച്ചു കഴിയുമ്പോൾ ആകെ കൂടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ജനം മടങ്ങി വരാനിടയായി തീരണം. ജനത്തെ മടക്കി വിളിക്കുന്ന അവസ്ഥയാണ്. ആദിമ കാലഘട്ടത്തിലെ അനുഭവം എടുത്തു നോക്കുമ്പോൾ ഇന്ന് ഈ രാത്രിയിൽ നിന്നുകൊണ്ട് നമ്മൾ വേദനയോട് പറയാൻ കഴിയണം: നമ്മുടെ തലമുറകൾ മടങ്ങി വരട്ടെ, നമ്മുടെ മാതാപിതാക്കൾ മടങ്ങി വരട്ടെ, ആദിമ കാലഘട്ടത്തിലേക്ക്, പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലേക്ക് ദൈവജനം മടങ്ങി വരട്ടെ. ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് എത്ര പേർക്ക് പറയാൻ കഴിയും? അതേ, ഞങ്ങൾക്കൊരു മടങ്ങി വരവ് ആവശ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ വേഗത്തിൽ ഒരു ഭാഗം കൊണ്ട് എന്നെ വായിച്ച് ഒന്ന് സഹായിക്കണമേ. 1 യോഹന്നാന്റെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വളരെ വേഗത്തിൽ ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. ദൈവം വെളിച്ചമാകുന്നു, ആമേൻ. അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നോക്കിക്കേ, അവൻ വെളിച്ചമാകുന്നു, ഇരുട്ട് ലെവലേശം പോലുമില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു ചോദിക്കട്ടെ, ഇരുട്ടിൻ്റെ നിഷ്ഫലമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ എൻ്റെ അന്തരാത്മാവിൽ, എൻ്റെ സ്വഭാവത്തിൽ, എൻ്റെ ജീവിത രീതിയിൽ കടന്നു വരുമ്പോൾ ഇന്ന് രാത്രിക്കാലം നമ്മൾ മനസ്സിലാക്കണം: കർത്താവേ, ആമേൻ, സ്തോത്രം, എൻ്റെ ജീവിതത്തിനകത്ത്, എൻ്റെ സംഭാഷണത്തിനകത്ത്, എൻ്റെ നോട്ടത്തിനകത്ത്, എൻ്റെ പ്രവൃത്തിക്കകത്ത്, എൻ്റെ ഛേദിക്കകത്ത് ആമേൻ, സ്തോത്രം, ഇരുട്ടിൻ്റെ ശക്തി കടന്നു വരുന്നുണ്ട് എന്ന് തിരിച്ചറിയുവാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്?
ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മൾ ഉയർത്തുന്നത് നസറേനായ യേശു ക്രിസ്തുവിനെയാ. ക്രൂശിൽ കൊളുത്തിയ ദൈവത്തെ പകർന്ന് കൈമാറി വന്ന ദൈവജനത്തോടാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നെ ദൂരത്തും ചാരത്തുമായി കേൾക്കുന്ന ദൈവജനത്തോട് പറയട്ടെ, നിങ്ങളുടെ ഹൃദയതലത്തിനകത്തേക്ക്, നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക്, നിങ്ങളുടെ ഭവനത്തിനകത്തേക്ക് അവൻ കാൽവറിയുടെ അവൻ കുലനാളത്തിൽ കൊളുത്തിയ ദൈവത്തിൻ്റെ ശക്തി നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെട്ട് വരുമ്പോൾ നിന്റെ തലമുറയെ കാർന്നു തിന്നുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ, നിന്റെ ഭർത്താവിനെ കാർന്നു തിന്നുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ, മദ്യപാനത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമത്തത്തിലേക്ക് അവൻ തലമുറകൾ പോകുന്നു എങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുക, അവൻ ഈ സത്യ വെളിച്ചം നിന്റെ ഭവനത്തിനകത്തേക്ക്, നിന്റെ ഹാലിൽ തലമുറയുടെ അകത്തേക്ക്, നിന്റെ കുടുംബ ജീവിതത്തിന്റെ അകത്തേക്ക് ഇത് പ്രകാശിക്കുമ്പോൾ ഇരുളിന് അവൻ ഹല്ലേലൂയ വെളിച്ചത്തെ പിടിച്ചടക്കാൻ കഴിയത്തില്ല എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഈ പ്രകാശം കടന്നു വരുമ്പോൾ അന്ധകാര ശക്തി നിന്റെ തലമുറയെ വിട്ടുപോകും. നിന്റെ കുടുംബ ജീവിതത്തെ മുടിച്ചു നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ അതിരിവിടാനിടയായി തീരും. നിന്നെ മുറിക്കകത്തേക്ക് ഒരു മാനസിക രോഗിയെ പോലെ അവൻ സ്വന്തം മുറിക്കകത്ത് കെട്ടിയിടുവാൻ പുറത്തേക്ക് ഇറങ്ങാതെ വണ്ണം അവൻ സ്വന്തം നിന്നെ ഒരു ഭ്രാന്തനെ പോലെ കെട്ടിയിടുവാൻ ശ്രമം നടത്തുന്ന പൈശാചിക മണ്ഡലത്തിന് നേരെ ഇന്ന് രാത്രികാലം ആത്മീയ ദൂത് വിളിച്ചു പറയുക, ഈ പ്രകാശത്തിന്റെ ശക്തി കിരണങ്ങൾ നിന്റെ അന്തരാത്മാവിൽ വെളിപ്പെടുമ്പോൾ നിന്നെ വ്യാപരിച്ചു നിൽക്കുന്ന, നിന്നെ മൂടി നിൽക്കുന്ന, നിന്റെ കുടുംബ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ അതിരുവിട്ട് പായാൻ പോകുകയാ. ഈ ഉപവാസ പ്രാർത്ഥന അതിന് കാരണമായി തീരട്ടെ. ഹല്ലേലൂയ. അവൻ ഒരുമിച്ച് എല്ലാവർക്കും കൂടാൻ കഴിയത്തില്ല എങ്കിലും വിവിധ രാജ്യങ്ങളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട് പറയട്ടെ, ഈ IPC ജനറൽ ക്രമീകരിച്ചിരിക്കുന്ന അമൻ സത്ര ഈ ഉപവാസ പ്രാർത്ഥന ചില ബന്ധനങ്ങൾ അഴിയുന്നതായി മാറാൻ പോകുകയാണ്. ആത്മമണ്ഡലത്തിനെതിരെ കെട്ടിയതായ ചില പൈശാചിക മണ്ഡലങ്ങളുടെ കെട്ടുകളും അമൻ സ്വത്രം ചില അതിരി വെച്ചതായ അമൻ സ്വത്രം ചില പോരാട്ടങ്ങളെ അമൻ സ്വത്രം ഇന്ന് രാത്രിയിൽ സർവശക്തനായ ദൈവത്തിന്റെ കരത്താൽ അതിന്റെ അടിത്തറകളെ ഇളക്കിക്കൊണ്ട് കാരാഗ്രഹത്തിന്റെ അടിത്തറകൾ ഇളകിയതുപോലെ അമൻ ഹല്ലേലൂയ ചിലർക്ക് ഉറങ്ങാൻ കഴിയാത്ത രാത്രിയായി അവൻ സർവശക്തൻ നീക്കാൻ പോകുകയാണെന്ന് ദൈവാത്മാവിൽ ആലോചന വിളിച്ചു പറയുക. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. സ്തോത്രം. വിടുതലിന്റെ കരങ്ങൾ, സർവശക്തന്റെ കരങ്ങൾ ഇന്ന് പല ഭവനങ്ങളിലും അത് വെളിപ്പെടാൻ പോകുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒരു കാര്യം മനസ്സിലാക്കുക, ഇരുളിന്റെ അവസ്ഥകളും പ്രതിസന്ധികളും ഒക്കെ നമ്മൾ വരുത്തി വെക്കുന്നതുണ്ട്, നമുക്ക് നേരെ കടന്നു വരുന്നതുണ്ട്. നമുക്കൊരുമിച്ച് ഈ പ്രകാശത്തിലേക്ക് കടന്നു വരാം. യെശയ്യാ വിളിച്ചു പറയുന്നു, നമുക്കൊരുമിച്ച് പോകാം. ദൈവസഭയോട് വിളിച്ചു പറയുന്നു, നമുക്ക് ഒരുമിച്ച് പോകാം. അവൻ ഇതിനകത്ത് ഇരുട്ടിൻ്റെ ശക്തികളെ അഴിച്ചുവിടുന്ന അതിൻ്റെ പദ്ധതികളുമായി നടക്കുന്ന അവൻ പൈശാചിക പ്രവർത്തന മേഖലകളുണ്ട്. ഇല്ലാതല്ല, നമുക്കറിയാം. ഹല്ലേലൂയ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അവൻ ദുഷ്ടാത്മസേനയോടുമാണെങ്കിൽ ഇന്ന് രാത്രികാലം പോരാടേണ്ടത് ഒരു മനുഷ്യനെ നോക്കിക്കൊണ്ടല്ല, പിന്നെന്താ, സഭയെ മുടിച്ചു കളയുന്ന, എൻ്റെ ആത്മീയത്തെ കെടുത്തി കളയുന്ന, എൻ്റെ ആത്മീയ അന്തരീക്ഷത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആത്മീയത്തിൽ മുന്നേറാൻ കഴിയാതെ ഇന്നും താഴത്തെ പടിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ദൈവാത്മാവിൽ വിളിച്ചു പറ, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ ആർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ ഇന്ന് രാത്രിയിൽ വഴിമാർ. Praise the Lord. Hallelujah. അവിടെ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. യോശുവായും കൂട്ടരും കൂടെ അവർ കടന്നു പോകുമ്പോൾ ആർപ്പിട്ടത് യോശുവായും കുറച്ച് പേർ കൂടെ കടന്നു പോകാനല്ല, പിന്നെന്താ, ഞങ്ങളൊരു കുടുംബമാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട് പറയട്ടെ, നമ്മളൊരു കുടുംബക്കാരാ. ഒരു അംശികളാ. നമുക്കൊരുമിച്ചാണ് മുൻപോട്ട് പോകേണ്ടത്. അങ്ങനെയെങ്കിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധി നമ്മുടെ വിഷയമാ. അത് എൻ്റേത് മാത്രമല്ല, അത് നിങ്ങളുടെയും കൂടെ വിഷയമാ. നമ്മൾ ഒരുമിച്ച് ആർപ്പിടാൻ പോകുകയാ. ഒരുമിച്ച് കൃപ 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 എന്ന പഴയ നിയമ കാലഘട്ടത്തിൽ ആർപ്പിട്ടെങ്കിൽ മറിയയുടെ ഉദരത്തിൽ കൃപയായി ജനിച്ചവൻ ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമമായി അവതരിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു വരും. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ചില പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു വരും. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കുമെന്ന് നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്നുകൊണ്ട് എത്ര പേർക്ക് പറയാൻ കഴിയുന്നു? അതെ, എൻ്റെ ശക്തിയാലല്ല, എൻ്റെ ബലത്താലല്ല, പിന്നെ എന്തിനാ, എൻ്റെ സർവശക്തന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അധികാരത്തോടെ ഞങ്ങൾ കടന്നു വരികയാ. ഞങ്ങളതിനെ അതിജീവിക്കും. ഹല്ലേലൂയ. ഞങ്ങളതിനെ അതിജീവിക്കും. ഇതിനെ ഞങ്ങൾ അതിജീവിക്കും. ആത്മീയമായിരിക്കുന്ന അവൻ കൃപാവരങ്ങൾക്ക് കുറവില്ലാത്ത അന്തരീക്ഷത്തിലേക്ക് ഞങ്ങൾ മുൻപോട്ട് കടന്നു പോകും. അതെ, നമുക്ക് ഒരുമിച്ച്
വെളിച്ചത്തിലേക്ക് യാത്ര ചെയ്യാം. ഒരുമിച്ച് വെളിച്ചത്തിലേക്ക് യാത്ര ചെയ്യാം. എന്തിനാ മാറി നിൽക്കുന്നത്? ഒരുമിച്ച് നമ്മൾ യാത്ര ചെയ്യാൻ പോകുകയാണ്. നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. ഇരുട്ടിൻ്റെ സാഹചര്യങ്ങൾ നമ്മൾ വരുത്തുന്നതുണ്ട്, പിശാച് വരുത്തുന്നതുണ്ട്. ചില ഇരുട്ടിൻ്റെ സാഹചര്യങ്ങൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ കടന്നു വരുമ്പോൾ നമുക്കറിയാം, ഹല്ലേലൂയ, കുരിരുളിന്റെ താഴ്വരയിൽ കൂടെ നടന്നാലും എനിക്കൊരു അനർത്ഥവും ഭവിക്കുകയില്ല, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ദാവീദ് പറയുന്നതിൻ്റെ കാരണമുണ്ട്, പശ്ചാത്തലമുണ്ട്. നമുക്കറിയാം, ഒരു മലയുടെ മുകളിൽ നിന്ന് ആടുകളെയെല്ലാം തീറ്റിച്ച് താഴേക്ക് പകൽ സമയത്ത് തന്നെ ഒരു അടിവാരത്തിലേക്ക് കടന്നു വന്നിട്ട് മറ്റൊരു പർവ്വതത്തിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് ഈ താഴ്വര എന്ന് പറയുന്ന സാഹചര്യമുണ്ടല്ലോ, എന്താണെന്നറിയാമോ? അതൊരു ഇരുട്ട് നിറഞ്ഞ സാഹചര്യമാണ്. രണ്ട് മലകളുടെ ഇടുക്കിലോട്ട് ആടുകൾ കടന്ന് മറ്റൊരു മലയിലേക്ക് കയറുവാൻ കടന്നു വരുമ്പോൾ അവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, ഇരുട്ട് നിറഞ്ഞൊരു സാഹചര്യമാണ്. അവിടെ സൂക്ഷ്മതയോടെ ഇടയൻ നിൽക്കാനിടയായി തീരും. കാരണം എന്താണെന്നറിയാമോ? ഈ കാടിൻ്റെയും വനാന്തരത്തിൻ്റെയും മറവിടങ്ങളിൽ പതുങ്ങിയിരിക്കുന്ന ചില ക്ഷുദ്രജീവികൾ ഇതിനെ പിടിച്ചു കയറാനിടയായി തീരും, ഇതിനെ കവർന്നെടുത്തുകൊണ്ട് പോകാനിടയായി തീരും. ആമേൻ സ്തോത്രം. അതുകൊണ്ട് ദാവീദ് പറയുക, ആമേൻ സ്തോത്രം, എൻ്റെ കയ്യിലുള്ള വടിയും കോലും ഈ ആടുകൾക്ക് ഒരു ആശ്വാസമായി പലപ്പോഴും മാറിയിട്ടുണ്ട്. ആമേൻ സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കുരിരുളിന്റെ സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ആമേൻ സ്തോത്രം, നമ്മിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ നിറവുകൾ, അഭിഷേകത്തിന്റെ വടികൾ എടുക്കുവാൻ എത്ര പേര് തയ്യാറുണ്ടെന്ന് രാത്രിയിൽ? ഹല്ലേലൂയ. ഇരുട്ടിൽ കിടക്കുന്നവർ അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു പോകാനല്ല, അങ്ങനെ പറയാൻ നമുക്ക് എളുപ്പമാണ്. ഹല്ലേലൂയ. അങ്ങനെയല്ല. ഇരുട്ടിൽ കിടക്കുന്നവനെ പിടിച്ചെടുക്കുവാൻ, ഇരുട്ടിൽ കിടക്കുന്നവനെ കൈപിടിച്ച് പൊക്കുവാൻ ആമൻ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നമ്മളോട് ഇടപെടുകയാണ്. ആമൻ സ്തോത്രം. ഹല്ലേലൂയ. ഏതെങ്കിലും കാരണവശത്തിൽ ഒടിഞ്ഞും വഴിതെറ്റിയും പോയിരിക്കുന്ന ആടുകളെ ഇടയൻ എന്താ ചെയ്യുന്നത്? ചേർത്ത് പിടിച്ച് കയ്യിലെടുത്ത് മുറ്റം നടത്താനിടയായി തീരും, അതിനെ വെച്ച് കെട്ടാനിടയായി തീരും. മുറിവേറ്റതിന് എന്ത് ചെയ്യും? മുറിവ് അതിനെ കെട്ടുവാനിടയായി തീരും. അങ്ങനെ വ്യത്യസ്തമായ സാഹചര്യത്തിൽ ഇടയന് ആടുകളെ കളയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. മുൻപോട്ട് കടന്നു വന്ന് ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ ദൈവം തന്നൊരു ആത്മാവിൻ്റെ ദൂത് ഞാൻ വിളിച്ചു പറയാം. എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. ഈ സാഹചര്യത്തിലൊക്കെ, ഇരുട്ട് നിറഞ്ഞ സാഹചര്യത്തിലൂടെയൊക്കെ മനുഷ്യൻ മുൻപോട്ട് പോകുമ്പോൾ ഇന്ന് രാത്രികാലം ഒരു ദൂത് ഞാൻ കൈമാറുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ദാവീദാക്കി മാറ്റിയ ആമേൻ സ്തോത്രം മറ്റൊരു പ്രതിസന്ധിയുടെ സാഹചര്യം. ഹല്ലേലൂയ. ഇരുട്ടടഞ്ഞതായ സാഹചര്യങ്ങളിലൂടെ ഒക്കെ ദാവീദ് മുൻപോട്ട് കടന്നു വന്നെങ്കിലും ഇന്ന് രാത്രിക്കാലം ഞാനൊരു ദൂത് കൈമാറുകയാണ്. ചില യുദ്ധക്കളങ്ങൾ ആമേൻ സ്തോത്രം നിന്നെ ചില രാജപദവിയിലേക്ക് ഉയർത്തുന്നതാ. ഹല്ലേലൂയ. സ്തോത്രം. ചില യുദ്ധക്കളങ്ങൾ, ചില ഇരുട്ടടഞ്ഞ സാഹചര്യങ്ങൾ ആമേൻ സ്തോത്രം, നീ ഭാരപ്പെടേണ്ട ചില യുദ്ധക്കളങ്ങൾ നിനക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ 40 ദിവസക്കാലം ദിനരാത്രങ്ങൾ നിന്നുകൊണ്ടൊരു മല്ലനായിരിക്കുന്ന ഗോലിയാത്ത് ആമേൻ സ്തോത്രം ശക്തമായി വെല്ലുവിളി മുഴക്കിക്കൊണ്ട്, ആരുണ്ടടാ എന്ന് ചോദിച്ചുകൊണ്ട് വെല്ലുവിളി മുഴക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ആമേൻ സ്തോത്രം കാട്ടിലൂടെ അലഞ്ഞു നടക്കുന്ന ദാവീദിനൊരു അവസരം ലഭിക്കുകയാ. അതുകൊണ്ട് ഇന്ന് രാത്രിക്കാലം ഒരു ദൂത് കൈമാറുന്നു. ഏതെങ്കിലും പ്രതിസന്ധി നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ഏതെങ്കിലും ഇരുളുമൂടിയ സാഹചര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നീ അധൈര്യപ്പെട്ട് പുറമോട്ട് പോകാനുള്ള വ്യക്തിയല്ല. പിന്നെ യോദ്ധാവിന്റെ കളത്തിലേക്ക് ഇറങ്ങിയിട്ട് നിന്നിൽ പകർന്നിരിക്കുന്ന കൃപ എന്താണോ, നിന്നിൽ പകർന്നിരിക്കുന്ന ആത്മാവിന്റെ നിറവെന്താണോ, ആ നിറവിൽ നീ പോരാടാൻ തയ്യാറായാൽ ആമേൻ ഹല്ലേലൂയ, പ്രാർത്ഥനയാകുന്ന കവചത്തിൽ ആത്മാവിൻ്റെതായിരിക്കുന്ന കല്ല് നീ പറഞ്ഞു വിടുമ്പോൾ, അല്ലെങ്കിൽ ആത്മാവിന്റെ കവണയ്ക്കകത്ത് പ്രാർത്ഥനയാകുന്ന കല്ല് നീ തൊടുത്തു വിടുമ്പോൾ ചില ശത്രുവിന്റെ തലക്കടിച്ചത് തലത്ത് വീഴുന്ന സാഹചര്യമായി മാറുമെന്ന് ഒരു ദൂത് കൈമാറിയാൽ എത്ര പേര് ആമേൻ പറയാനിടയായി തീരും? ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മളോട് ഇടപെടുകയാണ്. എന്തിനാണെന്നറിയാമോ? നമുക്ക് ഒരുമിച്ച് വെളിച്ചത്തിലേക്കൊന്ന് നടക്കാം. നടക്കുമ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. എന്താണെന്നറിയാമോ? ചിലതൊക്കെ സംഭവിക്കാൻ പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ സംഭവിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രികാലം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനമായ ഒരു കാര്യമുണ്ട്. കർത്താവേ, ആമേൻ സ്തോത്രം, ഞങ്ങൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ, ഞങ്ങൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ, എൻ്റെ തലമുറകൾക്ക് ഒരു വിടുതലായിത്തീരണം. ഹല്ലേലൂയ. എൻ്റെ തലമുറകൾക്ക് ഒരു വഴിത്തിരിവുണ്ടാകണം. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഒരു വഴിത്തിരിവുണ്ടാകണം. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ ഉൾപ്പെടെ, നമ്മുടെ ആൺകുഞ്ഞുങ്ങൾ ഉൾപ്പെടെ, ആമേൻ പെന്തക്കോസ്തിലുള്ളവർ ഉൾപ്പെടെ, മറ്റുള്ളതായ നിലവാരത്തിൽ ജീവിക്കുന്നവർ ഉൾപ്പെടെ ആമേൻ സ്തോത്രം തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം നമ്മൾ കണ്ടില്ല എന്ന് നടിച്ചു പോകുവാനല്ല. ആമേൻ സ്തോത്രം, ഈ ദിവസക്കാലം പ്രാർത്ഥനയുടെ ശക്തി ആമേൻ ഹല്ലേലൂയ അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു അന്തരീക്ഷം ദൈവാത്മാവ് കാണുകയാണ്. അവരെ മടക്കി വരുത്തിയേ മതിയാകുകയുള്ളൂ. അതിനെന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? തലമുറകൾ നശിച്ചു പോകുമ്പോൾ കണ്ടുകൊണ്ടിരിക്കാനല്ല. ഞാനും പറയുന്നുണ്ട്, നിങ്ങളും പറയുന്നുണ്ട്, അങ്ങപ്പുറത്തെ അച്ചായൻ്റെ മകൾ ഇങ്ങനെ ആയി തീർന്നു, ഇന്ന സഭയിലെ ഇന്ന കുട്ടി ഇങ്ങനെയായി മാറി. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നേ?
നമ്മൾ പറഞ്ഞു പോകുന്നതല്ലാതെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ചിലത് ചെയ്യാൻ പറ്റും. ഒന്ന്, പ്രാർത്ഥിക്കാൻ പറ്റും. രണ്ട്, ചേർത്ത് പിടിക്കാൻ പറ്റും. മൂന്നാമത്, വചനങ്ങൾ അവനോട് സംസാരിക്കാൻ പറ്റും. വചനങ്ങൾ അത് ക്രിയ ചെയ്യാനിടയായിത്തീരും. ഈ ദിവസക്കാലത്തെ ഉപവാസ പ്രാർത്ഥന, ആമേൻ ഹല്ലേലൂയ, അന്തരീക്ഷത്തിന് ടോട്ടലൊരു മാറ്റം വരുന്ന, തലമുറകൾക്കൊരു മാറ്റം വരുന്ന, ആമേൻ സ്തോത്രം ഹല്ലേലൂയ, നാളുകളായി സമാധാനമില്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന, രോഗികളായി ക്ഷീണത്തോടെ ഇരിക്കുന്ന, ആമേൻ പ്രതിസന്ധിയുടെ ആമേൻ നടിച്ചുമരിലേക്ക് എന്നിട്ട് ഇനി ആത്മഹത്യയേ ഉള്ളൂ വഴിയെന്ന് ചിന്തിക്കുന്ന, ആമേൻ ഹല്ലേലൂയ അവസ്ഥയിൽ ജീവിച്ചു പോകുന്ന ചില കുടുംബങ്ങളോട് ദൈവാത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു, അതെ ഹല്ലേലൂയ, ഒരു പടിയും കൂടെ ആത്മാവിൽ മുന്നേറുവാൻ, ആത്മീയമായി മുന്നേറുവാൻ ദൈവാത്മാവ് നിങ്ങളെ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിപ്പാനിടയായിത്തീരും. ഈ ഉപവാസ പ്രാർത്ഥന ഒരു വലിയ അനുഗ്രഹത്തിന് കാരണമായി മാറുകയാണ്. ഹല്ലേലൂയ, ഓരോരുത്തരുടെ ജീവിതത്തിനകത്ത് വലിയ വഴിത്തിരിവുകൾ കർത്താവ് വയ്ക്കുകയാണ്. ഹല്ലേലൂയ, ഏതെല്ലാം പ്രതിസന്ധികൾ കടന്നു വന്നാലും, ആരെല്ലാം ഈ പണിക്ക് നേരെ എതിരെ കടന്നു വന്നാലും, വിവിധമായിരിക്കുന്ന ദൂതുകൾ അതിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ട്. നെഹമ്യാവ് പണി ആരംഭിച്ചപ്പോഴും ആമേൻ സ്തോത്രം നമുക്കറിയാം എന്ത് സംഭവിച്ചു. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വന്നിട്ടുണ്ട്. ആരെല്ലാം എവിടെല്ലാം പണി ആരംഭിച്ചിട്ടുണ്ടോ അവിടെല്ലാം പ്രതിസന്ധികളുണ്ട്. പ്രതിസന്ധിയില്ലാത്ത പണിയില്ല. ആമേൻ സ്തോത്രം, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു യുദ്ധക്കളം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നീ ആരാണെന്ന് വെളിപ്പെടുകയുള്ളൂ. ഈ ഒരു യുദ്ധക്കളം വന്നെങ്കിൽ മാത്രമേ നീ ആരാണെന്ന് വെളിപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം ഒന്ന് മനസ്സിലാക്കുക. ആമേൻ സ്തോത്രം, ഈ രാത്രികാലം എന്നെ തന്നെ ദൈവസന്നിധി സമർപ്പിക്കുന്നു. കർത്താവേ, നിങ്ങളൊരു യുദ്ധക്കളത്തിലാണോ? ഇന്ന് രാത്രികാലം ദൈവാത്മാവ് ചോദിക്കുന്നു, നിങ്ങൾ ഒരു യുദ്ധക്കളത്തിലാണോ? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം പറയുക, നിങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവകൃപ വെളിപ്പെടുത്തുവാനുള്ള അവസരമാണ്. നിങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവകൃപ, നിങ്ങളിൽ പകർന്നിരിക്കുന്ന അഭിഷേകം എന്ത് എന്ന് വെളിപ്പെടുത്താൻ പോകുകയാണ്. അഭിഷേകവും ആത്മനിറവും രണ്ടും രണ്ടാണ്. അഭിഷേകം എന്ന് പറയുമ്പോൾ ഒരുവനെ വേർതിരിച്ച് നിർത്തിയിരിക്കുന്ന ഉത്തരവാദിത്തമാണ് അഭിഷേകം എന്ന് പറയുന്നത്. ആത്മാവിൻ്റെ നിറവെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വ്യത്യസ്തമായിരിക്കുന്ന നിറവിൻ്റെ അനുഭവങ്ങളാണ്. അങ്ങനെയെങ്കിൽ നിന്നെ അഭിഷേകം ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തിനാ? നിന്നെ ഒരു രാജാവായിട്ടാണോ അതോ ദേശത്തിൻ്റെ ഭരണകർത്താവായിട്ടാണോ? ആമേൻ സ്തോത്രം, എന്തിനാണ് നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത്? ആമേൻ സ്തോത്രം, ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയാം. ആമേൻ ഹല്ലേലൂയ, അഭിഷേകം ചെയ്ത വ്യക്തിക്ക് ആത്മനിറവ് കൂടെ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ദേശം വിറയ്ക്കാനിടയായിത്തീരും, ഭരണകൂടങ്ങൾ വിറയ്ക്കാനിടയായിത്തീരും. ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ, ആമേൻ ഹല്ലേലൂയ, ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ ഈ പ്രാർത്ഥനയുടെ തീയുടെ ശക്തി ദേശഘടമേൽ അത് വ്യാപരിപ്പാനിടയായിത്തീരും, ദേശഘടമേൽ അത് കത്താനിടയായിത്തീരും. യാക്കോബ് ലേഖനത്തിൽ പറയുന്നു, അല്പം തീ വലിയ കാട് കത്തിക്കുന്നു എങ്കിൽ ഇന്ന് രാത്രികാലം പറയട്ടെ, നിന്നിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ചെറിയൊരു തീയുടെ കമൻ ഹല്ലേലൂയ തരി മതി. ആമേൻ സ്തോത്രം, വൻ കാടുകൾ കത്തുവാൻ. അഭിഷേകത്തിന്റെ തീയുടെ കത്തൽ ഒന്നിൽ നിന്ന് കൈമാറി കത്തിപ്പടരുമ്പോൾ കേരളത്തിൽ നിന്നൊരു തീയുടെ പുറപ്പെടൽ അന്യ സംസ്ഥാനങ്ങളിൽ വെളിപ്പെടാനിടയായിത്തീരും. നമ്മുടെ രാജ്യങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാനിടയായിത്തീരും. ആമേൻ, ദേശങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാനിടയായിത്തീരും. അധികാരികളുടെ അകത്തളങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാനിടയായിരിക്കും. സ്വസ്ഥതകൾ കെട്ടുപോകും. ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം വിളിച്ചു പറയുക, ആത്മാവിൻ്റെ തീ നമ്മിൽ നിന്ന് പുറപ്പെടട്ടെ. നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നത്, നമ്മളെ ഹല്ലേലൂയ ആത്മാവിൽ കർത്താവ് കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാണെന്നുള്ള ആ വലിയ ഉത്തരവാദിത്വം നമ്മളിലുണ്ടായിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ ഭാഗങ്ങളെ ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രികാലം ഞാനൊരു കാര്യം പറയാം. ഹല്ലേലൂയ, സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ മാധുര്യം ഇന്ന് രാത്രികാലം ഇവിടെ മുഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ സ്തോത്രം. ഏതെല്ലാം പ്രതിസന്ധിയിൽ നമ്മൾ അടഞ്ഞു പോയാലും, ഏതെല്ലാം നിരാശയുടെ സാഹചര്യത്തിൽ നമ്മൾ കടന്നു പോയാലും, നല്ല മാതാവായി കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൽ മറയ്ക്കുന്നത് പോലെ, കഴുകൻ തൻ്റെ കുഞ്ഞിനെ ചിറകിൽ വഹിക്കുന്നത് പോലെ, ആമേൻ സ്തോത്രം, നമ്മളെ ഓരോരുത്തരെയും ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ, ഭവനങ്ങളിൽ, ഹല്ലേലൂയ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട് പറയട്ടെ, ഓരോ സാഹചര്യത്തിലും നമ്മളെ മറച്ച്, നമ്മളെ ആമേൻ പരിപാലിച്ചു കൊണ്ടുപോകുന്ന സർവശക്തന്റെ ചിറക് നമുക്ക് മറവായിരിക്കുകയാ. ഗതസ്തവന മുതൽ ഗൊൽഗൊഥ വരെ നമുക്ക് വേണ്ടി പ്രാണനെ തരുവാൻ വേണ്ടി കടന്നുപോയ യേശുക്രിസ്തുവിന്റെ മഹാസ്നേഹത്തെ ഒന്ന് ഓർത്തേ. ഹല്ലേലൂയ, ആ ദിവ്യ വെളിച്ചം ആമേൻ എൻ്റെ അന്തരാത്മാവിലേക്ക് തരുവാൻ വേണ്ടി, ആമേൻ സ്തോത്രം, ഇനി നിങ്ങൾ ഇരുട്ടിൽ നടക്കുവാനല്ല, ആമേൻ സ്തോത്രം, ഉയരത്തിൽ നിന്ന് കടന്നു വന്ന കർത്താവ്, സകല മഹിമകളെയും വെടിഞ്ഞ് തേജോമനായ കർത്താവ്, 33 തിരുവയസ്സുള്ള നമ്മുടെ കർത്താവ്, യൗവനക്കാരനായ കർത്താവ്, ഹല്ലേലൂയ സ്തോത്ര, മകളുടെ മകനരമായിരിക്കുന്ന നമ്മുടെ കർത്താവ്, ആമേൻ ഗതസ്തമന മുതൽ ഗൊൽഗൊഥ വരെ കടന്നുപോയത് എന്നെയും നിങ്ങൾ
നിങ്ങളെയും വെളിച്ചത്തിൽ നടത്തുവാനാ, ഇരുളിൽ പോകുവാനല്ല, കലഹം കൂടുവാനല്ല, അവൻ വൈരാഗത്തിൽ പോകുവാനല്ല, അവൻ ഹല്ലേലൂയ പിശാചിന്റെ പിടിയിൽ നീ അമർന്നു പോകുവാനല്ല. ഹല്ലേലൂയ. പിന്നെന്തിനാ? അതേ ഗതസ്തമനം മുതൽ നടന്നു പോകുന്ന യേശുവിനെ ചില കോടതികൾ മാറി വിധിക്കപ്പെട്ടവനായി, ഇതാ ഹല്ലേലൂയ ആകാലചൂടം മുറിവേറ്റവനായി ഒരു കുരിശും എടുത്തുകൊണ്ട് ഇതാ നടന്നു പോകുന്ന ഒരു 33 തിരുവയസ്സുള്ള യൗവനക്കാരനായ നമ്മുടെ നസറേനായ യേശു ക്രിസ്തു ഇതാ കടന്നു പോകുന്നത് എനിക്കും നിങ്ങൾക്ക് ഒരു വെളിച്ചം അവിടെ പകരാൻ വേണ്ടിയാ. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് പറയട്ടെ, ആമേൻ ഹല്ലേലൂയ. പലപ്പോഴും ഈ സത്യത്തെ മറന്നുകൊണ്ട്, ഈ സ്നേഹത്തെ മറന്നുകൊണ്ട് നീ മുൻപോട്ട് ജീവിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ യേശുവിന്റെ ആത്മാവ് നിന്റെ ഹൃദയ കവാടത്തിൽ നിന്ന് വീണ്ടും സഭയെ മുട്ടി വിളിക്കുകയാ. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, എന്റെ ശബ്ദം കേട്ടാരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. സഭയോട് പറയുന്ന ഒരു ദൂത, ആമേൻ സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഈ ദൂത് ഞാൻ കൈമാറുകയാ. സഭയുടെ ഹൃദയ തടത്തിൽ നിന്നുകൊണ്ട് യേശു പുറത്തു നിന്ന് തട്ടി വിളിക്കുകയാ. സഭേ, നീ ഒന്ന് ഉണർന്നാട്ട്, നിന്റെ ഹൃദയത്തിന്റെ കവാടം നീ ഒന്ന് തുറന്നാട്ട്, എനിക്ക് വേണ്ടി ഒന്ന് തുറന്നു തന്നാട്ട്, ഞാനും നീയും കൂടെ ഒരു അത്താഴം കഴിക്കാൻ ആഗ്രഹിക്കുകയാ. അത്താഴം കഴിക്കുന്ന യേശു നിന്നെ വിട്ടുപോകത്തില്ല. അന്ന് രാത്രി നിന്റെ കൂടെ കാണും. അത്താഴം കഴിക്കുന്ന യേശുവിനെ നിന്നെ വിട്ടുപോകാൻ കഴിയത്തില്ല. കാരണം സഹിച്ചത് അതുപോലെ. ചാട്ടവാറുകൾ കൊണ്ട് പുറമടിച്ചുടവചാല് പോലെ നീളത്തിൽ കയറി ഇതാ കടന്നു പോകുന്ന നസ്രയനായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ക്രൂശുമായി വീണു എഴുന്നേറ്റ് നടന്നു പോകുന്ന യേശു കർത്താവ്. പുറയിൽ നിന്ന് ഒരുപാട് ആരവാരങ്ങൾ കേൾക്കുന്നുണ്ടല്ലേ? ഹല്ലേലൂയ. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച യേശുവേ, നിനക്കിത് സംഭവിച്ചോ? ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പറയട്ടെ, എനിക്കും നിനക്കും വെളിച്ചം തരാൻ വേണ്ടിയായിരുന്നു അവൻ. ഇന്ന് ഒരുമിച്ച് നമുക്ക് വെളിച്ചത്തിലേക്ക് പോകാൻ കഴിയുമോ? ഇന്ന് ഒരുമിച്ച് നീ ആ വെളിച്ചത്തിലേക്ക് ഒന്ന് വരാൻ കഴിയുമോ? ഹല്ലേലൂയ. ഇരുട്ട് നിന്നിൽ നിന്നും എടുത്തു കളയാൻ കഴിയുമോ? കാൽവറിയുടെ കുലക്കളത്തിലേക്ക് ഇതാ യേശു കടന്നു പോകുകയാ. ഇന്ന് രാത്രികാലം യേശുവിന്റെ സ്നേഹത്തെ നീ വിസ്മരിച്ചു കളയരുത്. ആ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തെ പറ്റി വിസ്മരിച്ചു കളയരുത്. യേശുവിനെ നീ ഒരു ഉപകരണമായി ഉപയോഗിക്കുന്നുണ്ട്. നിനക്ക് പണസമ്പാദ്യത്തിന് വേണ്ടി നീ ഉപയോഗിക്കുന്നുണ്ട്. നിനക്ക് ആഹാര ഉപജീവന മാർഗത്തിന് നീ ഉപയോഗിക്കുന്നുണ്ട്. നീ ഉപയോഗിച്ചു. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയാം, യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് നീ മാറിപ്പോകരുത്. യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് നീ മാറിപ്പോകരുത്. ബോബസ് ആമേൻ സ്തോത്രം ഇപ്രകാരം പറയുന്നുണ്ട്, നിന്നെ ഈ വയലിൽ മാത്രമേ കാണാവൂ, നിന്നെ മറ്റൊരു വയലിൽ കാണരുത്, നിന്നെ ഈ വയലിലെ കാണാവൂ. യേശു ക്രിസ്തു ഇന്ന് രാത്രി നിന്നോട് വിളിച്ചു പറയുക, നീ ഈ വയൽ വിട്ട് പോകരുത്. യേശുവിന്റെ സ്നേഹത്തിന്റെ വയൽ വിട്ട് നീ പോകാനിടയാകരുത്. ഇതാ നസ്രയനായ യേശു ക്രിസ്തുവിന്റെ ആ സ്നേഹത്തെ എന്നോർത്ത് കാൽവറിയുടെ കുലക്കളത്തിൽ ഇരുകള്ളന്മാരുടെ നടുവിൽ 3 ആണികളാൽ തറയ്ക്കപ്പെട്ടവനായി, ഹല്ലേലൂയ, ആകാലചൂടം മുറിവേറ്റവനായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഒന്ന് മനസ്സിലാക്കണം. ഇന്ന് രാത്രി ഒന്ന് മനസ്സിലാക്കിക്കേ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട് വിളിച്ചു പറയാം, നിങ്ങൾ ഏത് സാഹചര്യത്തിൽ എവിടെയായിരുന്നാലും ക്രൂശിതനായ യേശു ക്രിസ്തുവിനെ ഒന്ന് ധ്യാനിക്കേ. നിങ്ങളൊരു പക്ഷെങ്കിൽ തളർന്നു കിടക്കുന്ന വ്യക്തിയായിരിക്കാം, നിങ്ങൾക്ക് ചലനമറ്റവരായി കിടക്കുന്ന വ്യക്തിയായിരിക്കാം. ഇന്ന് രാത്രികാലം പറയുക, ആ ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ ചലിക്കാൻ കഴിയത്തില്ല കേട്ടോ. അവൻ നീ ഓർക്കും നിനക്ക് മാത്രമാണല്ല, യേശു നിന്റെ വേദന അവിടെ സഹിക്കുകയാണ്. ഇന്ന് രാത്രികാലം യേശു ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തെ, ആ വെളിച്ചത്തിലേക്ക് കടന്നു വരുവാൻ പ്രിയപ്പെട്ട സ്നേഹിത, പ്രിയപ്പെട്ട എൻ്റെ കുടുംബങ്ങളെ നിങ്ങൾ ഞാൻ സ്വാഗതം ചെയ്യുക. ഇന്ന് രാത്രികാലം പുതിയ അനുഭവത്തോടു കൂടി മുന്നോട്ട് വരുവാൻ സർവ്വശക്തനായ ദൈവം നമ്മളെ അതിനു വേണ്ടി ഒരുക്കട്ടെ എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. അവൻ മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാളിൽ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടു. ആ യേശുവിൻ്റെ സത്യ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുൻപോട്ട് പോകാം. ഒരുമിച്ച് പോകാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാട്ടെ. ഗോഡ് ബ്ലസ് യു. ഇത്രയും അവസരം ഒരുക്കി തന്ന പ്രത്യേകാല IPC നമ്മുടെ സെൻട്രൽ സഭയോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകം എൻ്റെ സുഹൃത്തും എൻ്റെ സ്നേഹിതനുമായിരിക്കുന്ന വിക്ടർ മലയിൽ എന്നെ സ്വീകരിച്ച ദൈവദാസനോടുള്ള നന്ദിയും ഈ സമയത്ത് അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു.